ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഏലക്ക, 2 പട്ട, 5 ഗ്രാമ്പുമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 5 സെക്കൻഡ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ഫ്രഷായി ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ റോ ഫ്ലേവർ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച 3 മീഡിയം സൈസിലുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വഴണ്ട് കിട്ടുന്നത് വരെയാണ് വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഫ്രഷായി പൊടിച്ചു വെച്ച ജീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസസ് ചേർക്കുന്നതിനോടൊപ്പം ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ പെരുംജീരകവും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ജീരകപ്പൊടി ഈ സവാളയിലേക്ക് ചേരുന്ന വിധം വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല കൂടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ മസാലപ്പൊടികളുടെ റോ ഫ്ലേവർ ഒന്ന് മാറുന്നത് വരെ വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ 1/2 കിലോ ചിക്കൻ ഇതിലോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനും മസാലയും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 2 ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കുരുമുളകും തൈരൊക്കെ നന്നായിട്ട് ചിക്കനിലും മസാലയിലും പിടിക്കുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 7 മിനിറ്റിന് ശേഷം ഇതുപോലെ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ചിക്കനിൽ നിന്നും തക്കാളിയിൽ നിന്നും ഇറങ്ങിയ 1.5 കപ്പ് വെള്ളമുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ടേക്ക് കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് കുതിർത്ത് വെച്ച ജീരകശാല അരി അഥവാ കൈമ റൈസ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഏത് കപ്പിലാണോ അരി എടുത്ത് അതേ കപ്പിന് തന്നെയാണ് നമ്മൾ വെള്ളം കൂടി ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതിലോട്ടേക്ക് അരി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മുഴുവൻ അരിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ അരിയും മസാലയും നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിക്ക് ടോട്ടൽ 3 കപ്പ് വെള്ളമാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ 1.5 കപ്പ് ഗ്രേവിയിൽ തന്നെയുണ്ട്. ബാക്കി 1.5 കപ്പ് ചൂടുവെള്ളം കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ നോക്കണം. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സൈഡിൽ തന്നെ മസാല പിടിച്ചിരിക്കും. അപ്പോൾ എല്ലായിടത്തേക്കും മസാല ആവുന്നത് വിധം വേണം നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചിക്കൻ ഇറച്ചിച്ചോറ് നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.